ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നബിദിനാശംസകൾ. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നാവൂലേ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നബിദിന നേർച്ചയും പരിപാടികളൊക്കെ റാലിയൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ ചോറൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ ടോക്കൻ തന്നെയാണ്, ടോക്കനും കൊണ്ടുപോയി ചോറൊക്കെ കൊടുന്നു. അങ്ങനെ ചോറൊക്കെ നമുക്ക് രാവിലെ തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ചോറും പരിപാടിയൊന്നും നമുക്ക് വീട്ടിൽ വെക്കണ്ട. അപ്പോൾ നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ. അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉച്ചക്കും രാത്രിക്കൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോക്കൻ ആയതുകൊണ്ട് പിന്നെ ഒരാൾ പോയി വാങ്ങി പോന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്ന് തന്നെയാണ് നമ്മളെ ഇത് റാലി ഞാൻ മലപ്പുറത്താട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നാണ് രാവിലെ 7:00 ആകുമ്പോഴാണ് നമ്മളെ പള്ളിയിൽ നിന്ന് മദ്രസയിൽ നിന്ന് റാലി പുറപ്പെടുക. നമ്മളവിടെ പടിക്കെത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 8-8:30 ഒക്കെയാണ് കേട്ടോ ആകുക. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ യാത്ര പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ രാവിലെ ആ സമയത്ത് ഇറങ്ങിയാലും ഒരു 11 മണിയൊക്കെ ആവും തിരിച്ച് മദ്രസയിൽ എത്തുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പടിക്കെത്തിക്കാണ് ജാഥ. അപ്പോൾ ദഫ് കുട്ടികളും ഉണ്ട്, പിന്നെ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും നമ്മളെ പഠിക്കാൻ തന്നെയാണ് പായസം കൊടുക്കൽ. കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഞാൻ ഇട്ടീനു. നമ്മൾ പായസം കൊടുത്തതൊക്കെ കഴിഞ്ഞ് അവിടെ ആരെങ്കിലുമൊക്കെ മുട്ടായിയോ അലുവയൊക്കെ കൊടുത്തിക്കണമെങ്കിൽ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു റൗണ്ട് കളിച്ചു കേട്ടോ വലി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളിപ്പിച്ചലില്ല, കാരണം ഈ മക്കൾ രാവിലെ ഇറങ്ങിയിട്ട് 11 മണി വരെ ഇനി എല്ലാ ഏരിയയിലും വെച്ച് ഇങ്ങനെ കളിച്ചണം. അത് കഴിഞ്ഞാണ്ട് പിന്നെ വൈകുന്നേരം മദ്രസയിൽ മഗ്‌രിബിക്ക് ശേഷം കുട്ടികളെ പരിപാടി ഉണ്ടാവും. അത് ഏകദേശം നേരം വെളുക്കുന്നത് വരെ എന്ന് പറയണത്. ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ വരെ ഉണ്ടാവും. അപ്പോൾ അതിനും ഇടയ്ക്കിടയ്ക്കൊക്കെ വരെ കളിച്ചും. അപ്പോൾ ഈ മക്കളിങ്ങനെ ചാടി ആകെ ക്ഷണിക്കുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ കളിപ്പിച്ചാൽ. അപ്പോൾ നമ്മളെ പഠിക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ജാഥയിൽ കൂടിയോലും പിന്നെ ഇതിവിടെ കണ്ടു നിന്നീനോലൊക്കെ ഒരുപാട് ആൾ മരിച്ചു പോയോലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് സഹകരിച്ചിരുന്ന ഒരുപാട് ആളുകൾ, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറേ ആൾ മരിച്ചു പോയിക്കണ്. അതിലൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പിന്നെന്തൊക്കെ ഉണ്ട്? ചോറും 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ വിളമ്പുക. ഇങ്ങനെ ഇവിടെയും ഒക്കെ തന്നെയാണ് കേട്ടോ. ടോക്കൺ കൊടുത്തൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ പോയി വാങ്ങുക, അങ്ങനെയാണ്. പിന്നെ ദഫ് കളിച്ചണ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിക്കണ്. അപ്പോൾ കാണാത്തോല് പോയി കാണുക. പിന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ജാഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റാലി എന്ന് പറഞ്ഞാൽ അതൊരു തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വയസ്സായോലും ചെറിയ മക്കളും ഒക്കെ പോകും കേട്ടോ. പിന്നെ തീരെ വയ്യാത്തവർക്ക് വണ്ടി ഉണ്ടാവും. ആ വണ്ടിയിൽ കയറി എന്നാലും ഇങ്ങനെ പോയി റാലിയിൽ പങ്കെടുത്തിന്നവർക്ക് ഒരാഗ്രഹമാണല്ലോ. അപ്പം അങ്ങനത്തെ പോലെയൊക്കെ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകും കേട്ടോ. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇപ്പം മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കണോല്, അങ്ങനെ എല്ലാവരും ഈ റാലിയിലുണ്ടാവും. അപ്പോൾ ഇതൊരു നമുക്കൊരു തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ നബിദിനത്തിനെ കുറിച്ച് കുറച്ച് വീഡിയോ എടുത്തു എന്നുള്ളൂ. കുറച്ചുള്ളൂ എടുത്തിട്ട്. എല്ലാ വർഷവും ഞങ്ങൾ പായസം വെക്കണമൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിരുന്നു. ഇപ്രാവശ്യം വെച്ചിക്കണം, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ കമൻ്റൊക്കെ ഇടുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത് തന്നെ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.